യോഹന്നാൻ 4:4 വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ്. അതുകൊണ്ട് പാപമോ രോഗമോ ശാപമോ പാരമ്പര്യ വിളകളോ പൈശാചിക ബന്ധനങ്ങളോ നിന്നെ തൊടുകയില്ല. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ കർത്താവ് കൂടെയുള്ള അനുഭവം. യേശയ്യാപ്രവചനം 43:1-4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ അഗ്നിയിലൂടെ കടന്നുപോയാൽ, വെള്ളത്തിലൂടെ കടന്നുപോയാൽ ഇതാ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ജലം നിന്നെ മുക്കിക്കളയുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ കൂടെ ഉണ്ടെന്നാൽ പുസ്തകം 28-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഈ വചനം കേൾക്കുന്ന, ഇതിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും നൽകുന്ന സന്ദേശമാണിത്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്ത് രക്ഷിക്കും. അതുപോലെ നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. എവിടെ നിന്റെ കണ്ണീര് വീണോ, എവിടെ നീ നാണം കെട്ടോ, എവിടെ നിന്നെ അധിക്ഷേപിച്ചോ, ആര് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞോ, ആരുടെ ഇടയിൽ നീ പരിത്യജിക്കപ്പെട്ടോ, അവിടെ ദൈവം നിന്നെ ഉയർത്താനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. ഇതാ അവിടേക്ക് തിരികെ കൊണ്ടുവരും. കഴിഞ്ഞ 35 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇതുപോലത്തെ നിരവധി അനുഭവങ്ങൾ ബൈബിളിൽ ഈ വചനത്തിൽ പറയുന്ന ഇന്നും ജീവിക്കുന്ന അനുഭവം. കാരണം എബ്രായർ 13:8 പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നിരവധി അനുഭവങ്ങൾ ഈ വചനത്തിൽ വിശ്വസിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് സാക്ഷ്യം നൽകുന്നത്. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇത് കർത്താവിന്റെ വാക്കാണ്, ഇത് മനുഷ്യന്റെ വാക്കല്ല. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഈ വചനത്തിൽ ഇന്ന് തൊട്ട് വിശ്വസിക്കുക, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് ആവർത്തിച്ച് പാടാൻ വിശ്വസിക്കാൻ പറ്റിയ ഒരു വരികളാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ തറക്കട്ടെ. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലൊരു ചഞ്ചലവും. പ്രഭാഷകന്റെ പുസ്തകത്തില് 32-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ജ്വരമായി
മാറണം. പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് നടന്നാൽ ആ സ്വഭാവം ഇനി മാറ്റണം. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. കാരണം പ്രഭാഷകൻ 2:10 പറയുന്നത് കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുകയും കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്. ഞാൻ ഓർക്കുന്ന കാര്യം, എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ്റെ അമ്മ അന്ന എന്ന് പറഞ്ഞ അമ്മയുടെ പേര് 90 വയസ്സായി, 85-90 വയസ്സായിട്ടും കൂനി തുടങ്ങി. എന്നിട്ടും നാടേ മുണ്ടും ഒക്കെ പുതച്ച് പള്ളിയിലോട്ട് തോടും പാടവും ഒക്കെ നീന്തി ഒറ്റ ദിവസം കുർബാന മുടക്കൂല. ഇതെല്ലാം അതിൻ്റെ എല്ലാം അനുഗ്രഹങ്ങളാണ് ആ അമ്മ. അതുപോലെ ഇത് അടുത്ത തലമുറയിലേക്കും എൻ്റെ അപ്പൻ്റെ അമ്മയൊക്കെ ഒറ്റ ദിവസം കുർബാന മുടക്കത്തില്ലായിരുന്നു. കുർബാന മുടങ്ങുന്നതിനേക്കാൾ മരിക്കുന്നതാണ്. ഡോക്ടർ പറഞ്ഞു നടക്കുമ്പോൾ ശ്വാസമെടുപ്പൊക്കെ വരാൻ വേണ്ടി ഡോക്ടർ ഇനി ചേട്ടത്തി പള്ളിയിൽ കണ്ടുപോകരുത്, ഞായറാഴ്ച മാത്രം പോയാൽ മതി, അതും പറ്റുമ്പോൾ മതി, വയ്യാത്തപ്പോൾ ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കണം, അതിനേക്കാൾ വേഗം മരിക്കുന്നതാണ്. ഒരു ദിവസം കുർബാന ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ എൻ്റെ അപ്പനും ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ 15 വർഷം മുടങ്ങാതെ അപ്പനും അമ്മയും അതുപോലെ കുടുംബത്തിലുള്ളവര് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ദൈവവചനത്തിൽ ഒന്നിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ശക്തി കിട്ടും. ഇപ്പോഴുള്ള ബലഹീനതയും തളർച്ചയും എല്ലാം മാറും. സുഭാഷം 16:7 പറയുന്നുണ്ട്, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരം ആയിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയും. അതുകൊണ്ട് തകർന്ന് തരിപ്പണമായ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബിസിനസ്, ഒരു ജോലിയുടെ അവസരം, അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ, വിസാദ അവസ്ഥ ഏതും ആട്ടെ. നാളെ ഒരു സഹോദരൻ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട് കോട്ടയത്ത്. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിരിക്കുകയാണ്. കോട്ടയത്താണ് വീട്. 11 വർഷമായി വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി. എല്ലാം മടുത്ത് ആത്മഹത്യ, കടങ്ങൾ മാത്രം. പക്ഷെ ആരോ പറഞ്ഞനുസരിച്ച് വചനം കേൾക്കാൻ വന്നു, അനുദപിച്ച് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ഉള്ളൊരുക്കി പറഞ്ഞു കൊടുത്ത വചനങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പൊ UK പോകാനെല്ലാം ശരിയായിരിക്കുകയാണ്. പഠിപ്പോ പദവിയോ ഒന്നും കൊണ്ടല്ല, ഒരു കമ്മീഷനും ഒരു ഡൊണേഷനും കൊടുക്കാതെ കർത്താവ് നേരെ പോ വഴി ഒരുക്കി കൊടുത്തു. നാളെ സാക്ഷ്യപ്പെടുത്താനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ എന്തുമാകട്ടെ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്. പ്രഭാഷകൻ 2:10, സുഭാഷം 16:7 ശത്രുക്കൾ പോലും ഇണങ്ങി കഴിയും. നമ്മൾ കർത്താവിനോട് ചേരുമ്പോൾ ശത്രുക്കളോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായ മതി, വിട്ടുകൊടുക്കാൻ തയ്യാറാകുക. എല്ലാം കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും ഇണങ്ങി കഴിയും. ഈ വരികൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അത് നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് പാടാം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പോ ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല. ഒളിച്ചിരിക്കുന്ന, ഓടിപ്പോകുന്ന, പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന, കുത്തുവാക്ക് പറയുന്ന ഒരു ദൈവമല്ല. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല. എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല, നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ജയിലറോയോ, ഈർച്ചവാളോ, സഹനങ്ങളോ, ഒറ്റപ്പെടുത്തലുകളോ, സ്വപ്നങ്ങൾ തകർന്ന അവസ്ഥയോ ദൈവനിഷ്ഠയുടെ ലക്ഷണമല്ല. ഇതാ റോമ 8:31-33 പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക്, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോ, ജീവനോ വാളോ അധികാരങ്ങളോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഇപ്പോഴുള്ളവയോ വരാനുള്ളവയോ ഒന്നും നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നമ്മെ അകറ്റുകയില്ല. അതുകൊണ്ട് പുത്രനെ പോലും ബാക്കി വെക്കാതെ സമസ്തവും ദാനമായ ദൈവം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വിശ്വസിക്കുക. നീ കൂടെ ഉണ്ടെന്നാകെ